ഇന്ത്യയിൽ നിന്ന് പുറത്തിറങ്ങുന്ന മറ്റൊരു ബിഗ് ബഡ്ജറ്റ് സൈഫൈ ചിത്രം എന്നതുകൊണ്ടല്ല, നമ്മുടെ സ്വന്തം കഥകളെയും നമ്മുടെ സ്വന്തം ഇന്ത്യൻ മിത്തോളജിയൊക്കെ എടുത്ത് വേൾഡിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നൊരു മൂവി എന്നതുകൊണ്ടാണ് കൽക്കി 2898 എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് പല ബ്രഹ്മാണ്ഡ സൈഫൈ ചിത്രങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ തന്നെ മെമ്മറബിൾ അല്ലാതെ വന്നുപോയി എന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ സിനിമ വേൾഡിന് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ജസ്റ്റ് എ സൈഫൈ മൂവി എന്നതുകൊണ്ടല്ല, ഇന്ത്യൻ മിത്തോളജിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മൂവി എന്നതുകൊണ്ടാണ്. സോ വലിയ ഫ്രാഞ്ചൈസായി അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ 2 പാർട്ടായി പുറത്തിറങ്ങുന്ന ഈ ഒരു സിനിമ ഒന്നിൽ കൂടുതൽ ഇന്ത്യൻ മിത്തോളജിയെ ബ്ലെൻഡ് ചെയ്ത് അതും സൈഫൈ ആസ്പെക്റ്റിലൂടെ പ്രസന്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ ഒരു ഡിസ്റ്റോപ്യൻ ഇന്ത്യയിൽ നടക്കുന്ന കഥ, അതിനോടൊപ്പം തന്നെ കൽക്കി പുരാണത്തിലെ ക്യാരക്ടേഴ്സും സ്ഥലങ്ങളും കാണിക്കുക, അതിനോടൊപ്പം തന്നെ മഹാഭാരതത്തിലെ ക്യാരക്ടേഴ്സും കൂടി ഇൻകോപ്പറേറ്റ് ചെയ്യുക. ഇങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറെ സ്റ്റോറി ലൈനുണ്ട് ഈ സിനിമയ്ക്ക്. ഇപ്പൊ നമ്മൾ ഹോളിവുഡിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള ഗ്രീക്ക് മിത്തോളജിയും ഈജിപ്ഷ്യൻ മിത്തോളജിയൊക്കെ എടുത്ത് കാണിക്കുന്ന സിനിമകളുണ്ട്. അതിലും ഇത്തരത്തിലുള്ള മോഡേൺ അഡാപ്റ്റേഷൻസും ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ പല ഗ്രീക്ക് മിത്തോളജിക്കൽ ചിത്രങ്ങളും അല്ലെങ്കിൽ പേഴ്സി ജാക്സൺ പോലുള്ള സിനിമകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പഴയ മിത്തോളജിക്കൽ ക്യാരക്ടേഴ്സിനെ എടുത്ത് അല്ലെങ്കിൽ അതിന്റെ സ്റ്റോറി ലൈൻസിനെ എടുത്ത് പുതിയ മോഡേൺ വേയിൽ പ്രസന്റ് ചെയ്യുന്ന സിനിമകളാണ്. അത്തരത്തിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ് കൽക്കി 2898. സോ ഈ സിനിമയുടെ ബേസ് കൽക്കി പുരാണാണ്. സോ കലിയുഗത്തിന്റെ അവസാനം കൽക്കുന്ന ഒരു ക്യാരക്ടർ റീഇൻകാർണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അവസാനത്തെ അവതാരമാണ്. കൽക്കി വന്ന് കലിയുഗം ഇല്ലാതാക്കി പുതിയൊരു യുഗത്തിന് തുടക്കം കുറിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കൽക്കി പുരാണത്തിൽ നമ്മൾ കാണുന്നത്. ആൻഡ് ഈ കൽക്കിയെ ബേസ് ചെയ്ത് ഞാൻ വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ് ധർമ്മയോധ കൽക്കി. ഇതൊരു ട്രയോളജിയാണ് കെവിൻ മിസാൽ എഴുതിയിട്ടുള്ളത്. ആളുടെ ഒരു 16ാമത്തെ വയസ്സിലൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. അത് 3 ബുക്ക് സീരീസ്. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു നല്ല ഫിക്ഷണൽ ബുക്ക് സീരീസ് ആണെന്ന് പറയാം. ആൻഡ് ഇതിൽ കാണുന്ന കുറേ ക്യാരക്ടേഴ്സിനെ നമുക്ക് ഈ ഒരു പടത്തിൽ കാണാൻ സാധിക്കും. ഇതിൽ പ്രതിപാദിക്കുന്ന ശംബാല എന്ന് പറയുന്ന സ്ഥലമൊക്കെ തന്നെ നമുക്ക് ഈ ട്രെയിലറിൽ തന്നെ നമുക്ക് ഓൾറെഡി കാണിച്ചു തന്നു. സോ അവിടെയൊക്കെയാണ് ഈ ഒരു കൽക്കി എന്ന ഒരു ക്യാരക്ടർ പുതുതായിട്ട് ജനിക്കാൻ പോകുന്നത്. സോ അങ്ങനത്തെ നമുക്ക് അറിയാവുന്ന ആ ഒരു കുറേ ടെറൈനൊക്കെ കൂടുതലായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയായിരിക്കും. ആൻഡ് ഇതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ അല്ല ഈ സിനിമ, എങ്കിലും ഇതിലെ കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ ഈ സിനിമയിൽ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നി. ആൻഡ് ഇതിൽ മറ്റൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള സാധനം, ആരാണ് കലി, ആരാണ് കൽക്കി, ദെൻ ഇത് ഏത് മിത്തോളജി ആയിട്ടാണ് എക്സ്ട്രാ ബ്ലെൻഡ് ചെയ്യുന്നുള്ളത്. ഓൾറെഡി കൽക്കി പുരാണമുണ്ട്, അതിൻ്റെ കൂടെ രാമായണം കൂടി ഈ ഒരു ബുക്കിൽ ബ്ലെൻഡ് ചെയ്ത് വരുന്നുണ്ട്. സോ ആ സമയത്ത് നമ്മളൊരു ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു ക്യാമിയോ സാധനം വരും. അതേപോലെ ഈ ഒരു സിനിമയിൽ ഇൻകോപ്പറേറ്റഡ് ഉള്ള ഒന്നാണ് മഹാഭാരതത്തിലെ ക്യാമിയോസ് അല്ലെങ്കിൽ അതിലെ ക്യാരക്ടേഴ്സിനെ. സോ അശുദ്ധാമ എന്ന ക്യാരക്ടറാണ് ഈ ഒരു നമ്മൾ കാണാൻ പോകുന്ന കൽക്കി 2898 എന്ന സിനിമയിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു കൽക്കി പുരാണത്തിൽ. പക്ഷെ അത് ഇവിടെ നല്ല ഫിറ്റിംഗ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ ഒരു കഥയുടെ പരിമിതിയായിട്ട് എനിക്ക് പല സമയത്തും തോന്നിയിട്ടുണ്ടായിരുന്നു ഇതൊരു ഹിസ്റ്റോറിക്കൽ സാധനമായിട്ടാണ് കാണിക്കുന്നത്. സോ ഇതൊരു സാധാരണ ക്യാരക്ടർ പെട്ടെന്ന് ഒരു അവസാന പോർഷനൊക്കെ എത്തുമ്പോൾ ഒന്ന് പറക്കുന്നതായിട്ട് കാണിച്ചാൽ നമുക്കത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവമുള്ള സമയത്ത് ഈ ഒരു സിനിമയിൽ അങ്ങനെയല്ല. വിത്ത് ദ ബ്ലെൻഡ് ഓഫ് ദി സൈഫൈ അല്ലെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ച് ടെക് ഉപയോഗിച്ച് ആ ക്യാരക്ടേഴ്സിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ ഈ സിനിമയിൽ ഇതിൽ കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിക് ഹിസ്റ്റോറിക്കൽ മിത്തോളജിക്കൽ സാധനത്തിനെ എടുത്തിട്ട് ഇപ്പോഴത്തെ മോഡേൺ സൈഫൈ അഡാപ്റ്റേഷനായിട്ട് വരുമ്പോൾ അവിടെ ലിമിറ്റായിട്ടുള്ള കുറേ സാധനങ്ങളെ ഇവിടെ അവർക്ക് ഒന്നും അല്ലാതെ ആക്കാൻ സാധിക്കുന്നുണ്ട്, ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈവൻ പ്രഭാസ് അവസാനത്തെ ഷോട്ടിൽ ബുജ്ജിയിൽ നിന്ന് ചാടി ഇറങ്ങി പറക്കുന്നതായിട്ടൊരു സീക്വൻസ് കാണിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സീന് അതൊരു മിത്തോളജി ആയിട്ട് ബേസ് ചെയ്ത് അങ്ങനത്തെ ഒരു സീന് വളരെയധികം റെലവൻ്റ് ആണ്. പക്ഷെ അതിനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന ആലോചിച്ച് ഓക്കെ ഇപ്പോൾ മോഡേൺ ടെക്നോളജീസ് ഉണ്ട്, സോ ഇങ്ങനത്തെ ഒരു ഗാഡ്ജറ്റ് വെച്ച് ഈ ഒരു ക്യാരക്ടർ പറക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്ത് വന്നാൽ സിനിമയുടെ ലെവൽ തന്നെ മുഴുവനായിട്ട് മാറും. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോൺ, ഈ ഒരു ബ്ലെൻഡ് ഓഫ് ദി മിത്തോളജി ആൻഡ് സൈഫൈ എന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത്. ആൻഡ് ഈ അശ്വത്ഥാമ എന്ന ക്യാരക്ടർ അത് മഹാഭാരതത്തിൽ നിന്ന് പിക്ക് ചെയ്ത് രാമായണത്തിന് പകരം മഹാഭാരതത്തിൽ ഒരു ക്യാരക്ടറിനെ എടുത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടെയും അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ഒരുപാട് റെഫറൻസുകൾ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ അശ്വത്ഥാമ ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെ ഭയങ്കര ഡാർക്കാണ്, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഒരു ഇമ്മോർട്ടലാണ്, ഒരു കേഴ്സ് കിട്ടിയ ക്യാരക്ടറാണ്. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധ സമയത്ത് ഉത്തരയുടെ ഇതുവരെയും ജനിക്കാത്ത കുട്ടിയെ നോക്കി ബ്രഹ്മാസ്ത്രം തൊടുത്തതിനാണ് കൃഷ്ണൻ ഈ ഒരു അശ്വത്ഥാമയെ കേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ഇമ്മോർട്ടൽ ആയിട്ട് ഇനി അങ്ങോട്ട് എപ്പോഴാണോ ലോകം അവസാനിക്കുക അതുവരെ ഈ ഒരു ക്യാരക്ടർ ജീവിക്കും എന്ന് പറഞ്ഞ് അപ്പോഴേ കേഴ്സ് ചെയ്തു. സോ അതിലും അശ്വത്ഥാമയുടെ കാര്യത്തിൽ ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അദ്ദേഹം എന്തിനാണ് അങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്? ദുര്യോധനൻ മരിച്ച രാത്രി അങ്ങനെ ഒരു ശപഥം എടുക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാക്ക് കൊടുക്കുകയാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പാണ്ഡവരുടെ ആ ഒരു വംശം മുഴുവനായിട്ട് ഇല്ലാതാക്കുന്നു പറഞ്ഞ് അന്ന് രാത്രി തന്നെ പാണ്ഡവരുടെ ടെന്റിൽ പോയി അവിടെ ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവ പുത്രന്മാരെയൊക്കെ അന്ന് തന്നെ മൂപ്പര് കൊലവിളിച്ചു. സോ അതിന് പ്രതികാരം വിട്ടാനായിട്ട് അർജുനൻ ബ്രഹ്മാസ്ത്രം വിട്ടപ്പോൾ അതിന് തിരിച്ചു വിട്ടതാണ് അശ്വത്ഥാമ. സോ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലുള്ള അല്ലെങ്കിൽ ആ മൂപ്പരുടെ ആ ഒരു പെർസ്പെക്റ്റീവിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചാൽ ആ രീതിക്കും വേണമെങ്കിൽ പറയാം. സോ മൂപ്പരുടെ ഭാഗത്തും തെറ്റുണ്ട്, മറ്റവരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നുള്ള രീതിയിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ക്യാരക്ടേഴ്സും. സോ ഇങ്ങനെ വിട്ട സമയത്ത് കൃഷ്ണന്റെ വാക്ക് കേട്ട് അർജുനൻ ആ ഒരു ബ്രഹ്മാസ്ത്രം തിരിച്ചെടുത്തു. പക്ഷെ അശ്വത്ഥാമയ്ക്ക് അത് തിരിച്ചെടുക്കാൻ അറിയില്ല. സോ മൂപ്പര് അത് റീഡയറക്റ്റ് ചെയ്ത് ഉത്തരയുടെ വയറ്റിലേക്ക് വിടുകയാണ്.
സോ ഉത്തരയുടെ വയറ്റിൽ പരീക്ഷത്ത് എന്ന് പറഞ്ഞ് ജനിക്കാനിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. സോ ആ കുട്ടിയെ പിന്നീട് കൃഷ്ണ റിവൈവ് ചെയ്യും, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ജനിക്കാത്ത കുട്ടിയെ നോക്കി ബ്രഹ്മാസ്ത്രം വിട്ടതിനാണ് കൃഷ്ണൻ അശ്വത്ഥാമയെ കേഴ്സ് ചെയ്യുന്നത്. ആൻഡ് ആളുടെ നെറ്റിയിൽ ഒരു ജെമ്മുണ്ട്, ഒരു സ്റ്റോൺ ഉണ്ട്, നമുക്ക് ഈ പടത്തിലും കാണാം അതേ സാധനം തന്നെ. സോ അത് പക്കാ മിത്തോളജി റെഫറൻസ് ആണ്. സോ ആ ഒരു ജെമ്മ് വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റോൺ ജനിച്ചപ്പോഴേ ഉള്ളതാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ എബിലിറ്റിയും സ്ട്രെങ്ത്തും മുഴുവനായിട്ട് കിട്ടുന്ന ആ ജെമ്മ് വെച്ചാണ്. സോ അത് ആ ഒരു ക്യാരക്ടറിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് എപ്പോഴാണ് ലോകം അവസാനിക്കുക അതുവരെ ആ ഒരു ക്യാരക്ടർ നിലനിൽക്കുക എന്ന് പറഞ്ഞൊരു കേഴ്സാണ് ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്നത്. സോ അങ്ങനെ ഇമ്മോർട്ടലായി മരണം തേടി അന്വേഷിച്ചിട്ടും ലഭിക്കാതെ ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. സോ ഓൾറെഡി ഒരു ജനിക്കാനിരിക്കുന്ന ഒരു കുട്ടിയെ കൊല്ലാൻ നോക്കിയതിനാണ് ഈ ഒരു ക്യാരക്ടറിന് ഈ ഒരു കേഴ്സ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ കൽക്കി ജനിക്കാനിരിക്കുന്നുണ്ട്. ആ ഒരു ജനിക്കാനിരിക്കുന്ന കൽക്കിയുടെ അമ്മയാണ് ദീപിക പടുക്കോണിൻ്റെ ക്യാരക്ടർ. സോ അങ്ങനെ ഒരു കുട്ടിയെ സേവ് ചെയ്ത് ഈ ഒരു കേഴ്സ് തിരിച്ചെടുക്കുകയും ഇദ്ദേഹത്തിന് ആ ഒരു ഇമ്മോർട്ടാലിറ്റി മുഴുവനായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത് പറയുന്ന ആ ഒരു പ്ലോട്ട് തന്നെ ഇറ്റ്സ് ഫാൻറ്റാസ്റ്റിക്. സോ നല്ല റെഫറൻസ് എടുത്ത് നല്ല തറവായിട്ട് സ്റ്റഡി ചെയ്ത് എവിടെ എങ്ങനെ അത് പ്രോപ്പറായിട്ട് ഫിറ്റിംഗ് ആയിട്ട് വെക്കാൻ പറ്റും. ഇപ്പോൾ അശ്വത്ഥാമയല്ല വേറെ ഏതെങ്കിലും ക്യാരക്ടറിനാണ് ഈ ഒരു യൂണിവേഴ്സിൽ നിന്നും അല്ലെങ്കിൽ പല വ്യക്തിയിൽ നിന്നും കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ ഇത് ഇവിടെ പ്രോപ്പറായിട്ട് ഇത്ര ഫിറ്റിംഗ് ആയിട്ട് പ്ലേസ് ആവില്ലായിരുന്നു. സോ ഇങ്ങനത്തെ കുറേ മൈന്യൂട്ടായിട്ടുള്ള ആലോചിക്കുമ്പോൾ തന്നെ ഓക്കെ ഇത് പൊളി സാധനമാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ഇപ്പോഴേ ഈ സിനിമയിലുണ്ട്. അതൊക്കെ കൂടി തന്നെ ഈ സിനിമയുടെ എക്സൈറ്റിംഗ് ഫാക്ടർ ഒരുപാടാണെന്ന് പറയാം. ആൻഡ് ഈ സിനിമയുടെ ട്രെയിലർ ഒരുപാട് പേര് കളിയാക്കിയതായിരുന്നു. മറ്റ് സിനിമകളിൽ ഇപ്പോൾ ഡ്യൂണോ അല്ലെങ്കിൽ സ്റ്റാർ വാർ സിനിമകളിലൊക്കെ തന്നെ ആ ഒരു പ്ലോട്ടോ അല്ലെങ്കിൽ ആ ഒരു വേൾഡൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. പല ഓൾറെഡി ഇറങ്ങിയിട്ടുള്ള പല സീക്വൻസുകളിൽ നിന്നും കോപ്പി അടിച്ചതാണ് ഈ സിനിമയിലെ സീക്വൻസുകളിൽ നിന്നൊക്കെ. പക്ഷേ ഈ സിനിമയുടെ ഒരു ടെറൈൻ അത് ഇന്ത്യൻ ടെറൈൻ തന്നെയാണ്. നമ്മൾ അതിലെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ആ ട്രെയിലർ തന്നെ 2-3 വട്ടം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് പ്രോപ്പറായിട്ട് മനസ്സിലാവും. നമ്മുടെ ഇന്ത്യൻ ടെറൈൻ മാത്രമാണത്. കാശി എന്ന ഇപ്പോൾ നമുക്ക് കണ്ടുള്ള സിറ്റിയുടെ റിനോവേറ്റഡ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചറാണ് ആ സിനിമയിൽ കാണിച്ചു തരുന്നത്. സോ അവരുടെ വേൾഡ് ബിൽഡിംഗ് അടിപൊളിയാണ്. സോ കാശി എന്നൊരു സ്ഥലമുണ്ട്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹയർ അതോറിറ്റി താമസിക്കുന്ന കോംപ്ലക്സ് എന്ന സ്ഥലമുണ്ട്. സോ ഈ ഒരു കാശിയിൽ നിന്ന് കോംപ്ലക്സിലേക്ക് എത്തിപ്പെടാൻ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മുഴുവനായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് എല്ലാ ക്യാരക്ടേഴ്സും വർക്ക് ചെയ്യുന്നത്. പക്ഷേ അൺനോയിങ്ലി ഇവർ ഈ കോംപ്ലക്സിൽ എത്തിപ്പെടാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്ത് കോംപ്ലക്സിൽ ഒരിക്കലും എത്തൂല്ല. എന്നാൽ കോംപ്ലക്സിന് വേണ്ടിയിട്ട് ഇവർ മുഴുവനുള്ള കാശിയിലുള്ള ആൾക്കാർ മുഴുവൻ വർക്ക് ചെയ്യും എന്നുള്ള ആ ഒരു സ്ലേവറി സിറ്റുവേഷനൊക്കെയാണ് ഈ സിനിമയിൽ. ഈവൻ അത് എത്ര കാലം കഴിഞ്ഞാലും മാറില്ല എന്ന ആ ഒരു റെഫറൻസുകളൊക്കെ വെച്ചുകൊണ്ട് ദെൻ അതിനോടൊപ്പം തന്നെ ശംബാല എന്ന് പറയുന്ന വേറെ സ്പേസ് ബിറ്റ്വീൻ സ്പേസിൽ നിൽക്കുന്ന ഒരു സ്ഥലം, ഇങ്ങനെയുള്ള ഒരു 3 പ്ലേസസിനെ ബേസ് ചെയ്തായിരിക്കും ഈ സിനിമയുടെ വേൾഡ് ബിൽഡിംഗ് മുഴുവനായിട്ട് പോവുക. സോ ഇതൊക്കെ തന്നെ നമ്മുടെ മിത്തോളജിയിൽ പറയുന്ന സാധനങ്ങൾ തന്നെയാണ്. സോ നമ്മുടെ ഇന്ത്യൻ മിത്തോളജിയെ കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് ഈ സിനിമയുടെ ആ ഒരു ഓരോ ഫ്രെയിമും നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ഈവൻ അതിൽ പറയുന്നു ഓക്കെ ഇനി ഭാവിയിൽ ഇങ്ങനെ നടക്കും, കലിയുഗത്തിൻ്റെ അവസാനം ഇങ്ങനെ ആയിരിക്കും, അവിടെ ഫുള്ളായിട്ട് വെള്ളമൊന്നും ഉണ്ടാവില്ല, ഫുൾ ഡെസേർട്ടഡ് ആയിരിക്കും എന്നുള്ള ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിച്ചു തരുന്നത്. സോ അതിന് ഡ്യൂണായിട്ട് പല ബന്ധങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ അതേപോലെ തന്നെയാണ് മുഴുവനായിട്ട് നടക്കുന്നത്. സോ ഈവൻ പുറത്തുള്ളവരടക്കം നമ്മുടെ സാധനങ്ങൾ ബേസ് ചെയ്താണ് പല സിനിമകളും എടുക്കുന്നത്. ആൻഡ് ഈ വേൾഡ് ബിൽഡിങ്ങിനെ പെട്ടെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാനും പെട്ടെന്ന് കൂടുതൽ മനസ്സിലാക്കാനും ഇവർ ഓൾറെഡി ഒരു വെബ് സീരീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. 2 എപ്പിസോഡുകൾ, ഒരു ആനിമേറ്റഡ് സീരീസ് ബുജ്ജി ആൻഡ് ഭൈരവ എന്ന് പറഞ്ഞ്. സോ അതിൽ നമ്മുടെ ഈ പ്രഭാസിൻ്റെ ക്യാരക്ടറും അല്ലെങ്കിൽ ബാക്കിയുള്ള അവരുടെ ആ വേൾഡും ഈ പറയുന്ന കോംപ്ലക്സും കാശിയും തമ്മിലുള്ള ഡിഫറൻസും ബൗണ്ടി ഹണ്ടറായിട്ട് വരുന്ന ഭൈരവ എന്ന പ്രഭാസിൻ്റെ ക്യാരക്ടറിനൊക്കെ തന്നെ ഡീറ്റെയിൽ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈ ഒരു ഭൈരവയും ബുജ്ജിയും കൂടി എങ്ങനെയാണ് ലിങ്ക് ചെയ്ത് വരുന്നത്, അവരെങ്ങനെയാണ് കണ്ടുമുട്ടിയിരുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സീരീസിൽ പറയുന്നുണ്ട്. സോ ഈ ബുജ്ജി എന്ന് പറയുന്ന ഒരു ഹൈ അഡ്വാൻസ്ഡ് AI ആണ്. അതിന് സൗണ്ട് കൊടുക്കുന്നത് നമ്മുടെ കീർത്തി സുരേഷൊക്കെയാണ്. സോ ആ ഒരു ആനിമേറ്റഡ് സീരീസിൽ സിനിമയിൽ വന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും തന്നെയാണ് വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത്. ഈവൻ ഭൈരവയ്ക്ക് പ്രഭാസാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലെ തന്നെ അതിൽ നമ്മുടെ ഈ പശുപതിയുടെ ക്യാരക്ടറും നമ്മുടെ മലയാളിയായ അന്നാവിൻ്റെ ക്യാരക്ടറൊക്കെ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഒട്ടുമിക്ക എല്ലാ നല്ല മികച്ച ആക്ടേഴ്സിനും എടുത്ത് ഒരു പാൻ വേൾഡ് റീച്ചിലേക്ക് ശ്രമിക്കുന്ന ഒരു മൂവിയാണ്. ആൻഡ് ഇവിടെ മാത്രമല്ല അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ടെറൈൻസിൽ മാത്രമല്ല നമ്മുടെ ഈ കഥേനെ എടുത്ത് ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രൊമോഷണൽ സ്ട്രാറ്റജീസിലൊക്കെ തന്നെ. കാരണം കോമിക്കോണിലൊക്കെ പോയായിരുന്നു ഇത് പ്രസന്റ് ചെയ്ത് പ്രൊജക്ട് കെ എന്ന് ആദ്യം പറഞ്ഞിരുന്ന സാധനം പിന്നീട് കൽക്കി എന്ന് പിന്നീടാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കാണിച്ചത്. ആദ്യമൊക്കെ ഞാനും വിചാരിച്ചത് ഒരു സാധാരണ നോർമൽ ഇന്ത്യൻ സൈഫൈ പടം, അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഈ ഒരു മിത്തോളജി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് ഈ സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ള ആസ്പെക്ട് തന്നെ മാറിപ്പോകുക. ആൻഡ് ഇവരുടെ ഈ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിയിലെ ഏറ്റവും വലിയ കണ്ണികളുള്ളൊന്നാണ് ഈ ബുജ്ജി എന്ന അവർ AIയും അതിനെ വെച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു കാറും മഹീന്ദ്രയായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ ഇങ്ങനത്തെ സിനിമകളിൽ വെറുതെ ഡമ്മി ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ CGI വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് നമ്മൾ കാണുമെങ്കിൽ ഇതിൽ റിയൽ ആയിട്ട് കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലിംസ് ആയിട്ടും ബിഹൈൻഡ് ദ സീൻസ് ഒക്കെ ആയിട്ടും കുറേ സാധനങ്ങൾ ഇവരുടെ യൂട്യൂബ് ചാനലിൽ തന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നോക്കിയാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ ഇപ്പോൾ വെപ്പണറി എങ്ങനെ ഉണ്ടാക്കിയത്, മെഷീനറി എങ്ങനെയായിരുന്നു, ഓരോ വെഹിക്കിൾസ് എങ്ങനെയായിരുന്നു,
സോ അവരുടെ വേൾഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യണത് എന്നുള്ളതൊക്കെ ഇവർ എത്ര തറവായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്തതെന്നൊക്കെ നമുക്ക് കാണാം. ആൻഡ് ഇതിന് ബഡ്ജറ്റ് വലുതാണെന്ന് പറഞ്ഞ് ഒരു ബ്രഹ്മാണ്ഡ സാധനമാണെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഒരു 10-600 കോടിക്കൊക്കെയാണ് സിനിമ ഇറങ്ങുന്നതെങ്കിലും അതിലൊരു പകുതിയും ഇവർ ആക്ടേഴ്സിന് പോകുന്നൊരു പൈസയാണ്. ഒരു 100-150 കോടി ഓൾറെഡി പ്രഭാസിന് പോയി, ദെൻ ബാക്കിയുള്ള ആക്ടേഴ്സിന് ഇത്ര എന്ന് പറഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് ഫുള്ളായിട്ട് അവിടെ ഫുള്ള് സ്പെൻഡായി. ബാക്കി എത്ര വെച്ചിട്ട് ഇവർ എത്ര പടം എടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോഴായിരിക്കും യഥാർത്ഥ ഇമ്പാക്ട് നമുക്ക് അറിയാൻ കിട്ടുന്നത്. ആൻഡ് എനിക്ക് ഏക കൺസേൺ ഉള്ളൂ, ഇതൊരു പ്രഭാസി ചിത്രം ആവരുത്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ആക്ടറിന്റെ അമിതാഭ് ബച്ചന്റെയോ ദീപിക പടുകോനെയോ ഒരു ചിത്രം ആവരുത്. ഇത് എല്ലാവരുടെയും കൂടി ഒരു മൂവി ആവണം. ആൻഡ് ദിസ് മൂവി ഷുഡ് മെയിൻലി ഫോക്കസ് ഓൺ ദി സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് അവർ ഇന്ത്യൻ മിത്തോളജി. സോ ആരഭിനയിച്ചു എന്നതിൽ കൂടുതൽ ആരായിട്ട് അഭിനയിച്ചു ആൻഡ് ഏത് കഥയിൽ അഭിനയിച്ചു എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ചർച്ച ചെയ്യേണ്ടത് എന്നൊരു കൺസേൺ മാത്രമാണ് എനിക്കുള്ളത്. സോ ഇപ്പോൾ ഇതിനു മുമ്പ് ബാഹുബലിയൊക്കെയായിരുന്നു ഒരു വലിയ ബ്രേക്ക് ത്രൂ മൊത്തത്തിലുള്ള ഒരു ഇന്ത്യൻ സിനിമയ്ക്ക്. വേൾഡ് മുഴുവൻ ചർച്ച ചെയ്തതാണ്. അന്നൊന്നും പ്രഭാസിന് ആർക്കും അറിയും കൂടി ഉണ്ടാവില്ല, പക്ഷെ ആ ഒരു സിനിമയെ പറ്റിയായിരുന്നു എല്ലാവരും ചർച്ച ചെയ്തു. അതേപോലെ തന്നെ ഒരു പ്രഭാസ് ചിത്രം എന്നല്ല, ഒരു പുതിയ ഗംഭീര ഇന്ത്യൻ എപ്പിക് മൂവി എന്ന രീതിയിൽ അടുത്തൊരു ബാഹുബലി പോലെ ആവണം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഇതേപോലത്തെ ഉള്ള ഒരുപാട് ഗംഭീര കണ്ടന്റ്സ് ഇനിയും നമ്മുടെ ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. സോ സിനിമയിലെ ഏതെങ്കിലും ഒരു ആക്ടറിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവല്ല, ഒരു നല്ല സിനിമയാണ് ഞാൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. സോ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.